അല്ലാഹുവിന്റെ സിഫത്തുകളെ പണ്ഡിതന്മാർ പല രൂപത്തിൽ വേർതിരിച്ചു. ഒന്ന് സിഫാത്തുൻ ഖബറിയ വസിഫാത്തുൻ സമഇയ്യത്തുൻ അഖ്ലിയ. സിഫാത്തുൻ ഖബറിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഹദീസിലും പറഞ്ഞു തന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് അറിയാൻ പറ്റുന്ന വിശേഷണങ്ങൾ. അങ്ങനെ ചില വിശേഷണങ്ങളുണ്ട്, അത് അള്ളാഹു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് വജ്ഹ് പോലെ, അള്ളാഹുവിന് മുഖമുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് കണ്ടെത്താൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന് കണ്ണുകളുണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ? ചിന്തിച്ചിട്ട് പറയാൻ പറ്റുമോ? കാരണം ഇതൊക്കെ സിഫാത്തുൻ ഖബറിയ, അള്ളാഹു പറഞ്ഞു തന്നു എന്നതുകൊണ്ട് മാത്രം നമുക്കറിയാൻ പറ്റുന്നതാണ്. അതുപോലെ ഇസ്തിവാ, അള്ളാഹു അർശിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, ആരോഹണം ചെയ്തിരിക്കുന്നു. നമ്മളെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. നുസൂൽ, അള്ളാഹു രാത്രിയുടെ അന്ത്യാമത്തിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. നമ്മളെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. പറഞ്ഞു തന്നു എന്നതുകൊണ്ട് മാത്രം അറിയാൻ പറ്റുന്ന സിഫത്ത് സിഫാത്തുൻ ഖബറിയ എന്ന് പറയും. രണ്ടാമത്തേത് സിഫാത്തുൻ സമഇയ്യത്തുൻ അഖ്ലിയ. ഒരേ സമയം അള്ളാഹു അറിയിച്ചു തന്നിട്ടുമുണ്ട്, അതോടൊപ്പം മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അവന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സിഫത്തുകൾ. ഉദാഹരണത്തിന് ഖൽഖ്, സൃഷ്ടിപ്പ്, ആകാശഭൂമികൾ ഇത് അള്ളാഹ് പഠിച്ചതാണ്. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന ഇതിനൊരു സൃഷ്ടാവുണ്ട്. അതുപോലെ ഖുദ്റ, ഇപ്പൊ അള്ളാഹു ഖുർആനിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് ഇത് കണ്ടാൽ മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പഠിച്ചവൻ അങ്ങേയറ്റത്തെ ശക്തിയുള്ളവനാണ്, അത് ബുദ്ധി കൊണ്ടുകൂടി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് സിഫാത്തുൻ സമഇയ്യത്തുൻ അഖ്ലിയ എന്ന് പറയാവുന്ന സിഫത്ത്. രണ്ട് സിഫത്തുകളാണ്, സിഫാത്തുൻ ഖബറിയ, സിഫാത്തുൻ സമഇയ്യത്തുൻ അഖ്ലിയ. എന്നാൽ സമഇയ്യത്ത് എന്താ? പ്രമാണത്തിൽ വന്നതും അതോടൊപ്പം അഖ്ലിയ, ബുദ്ധിപരമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതുമാണ്. രണ്ടാമത്തേത് സിഫാത്തുൻ ദാതിയ വസിഫാത്തുൻ ഫിഅലിയ. സിഫത്തുൻ ദാതിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായി ചേർന്ന് നിൽക്കുന്ന വിശേഷണങ്ങൾ, അത് അവനിൽ നിന്ന് ഒരിക്കലും വേർപിരിയുകയില്ല, എപ്പോഴും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് വജ്ഹ്, അള്ളാഹുവിൻ്റെ മുഖം, അത് എപ്പോഴും അള്ളാഹുവിനോടൊപ്പമുണ്ട്. അള്ളാഹുവിൻ്റെ കൈകൾ, അത് അള്ളാഹുവിനോടൊപ്പം എപ്പോഴും ഉണ്ട്. ഇതൊക്കെ സിഫാത്തുൻ ദാതിയത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദാതിയത്ത സിഫത്തുകൾപ്പെട്ടതാണ് റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം, അത് അവനോടൊപ്പം എപ്പോഴുമുണ്ട്. ഇസ്സത്ത്, പ്രതാപം എപ്പോഴുമുണ്ട്, അത് അവന് വിട്ടുപിരിയുകയില്ല. ഇതാണ് സിഫാത്തുൻ ദാതിയ. ഇത് അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും വേർപിരിയില്ല, എപ്പോഴും അവനിലുണ്ട്. രണ്ടാമത്തേത് സിഫാത്തുൻ ഫിഅലിയ, അള്ളാഹുവിൻ്റെ പ്രവർത്തനപരമായ വിശേഷണങ്ങൾ. ഈ വിശേഷണങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് ഗദബ്, കോപിക്കുക എന്നുള്ളത്, അവനെപ്പോഴും കോപിക്കുക, അവൻ ഉദ്ദേശിച്ചാൽ കോപിക്കും, ഉദ്ദേശിക്കുന്നവരോട് കോപിക്കും. അതുപോലെ തന്നെ കലാം, സംസാരം, അള്ളാഹു സംസാരിക്കുന്നതാണ്. മച്ചാഷ വബിമാഷ വകൈഫഷ, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ സംസാരിക്കുന്നത്. ഇതൊക്കെ അള്ളാഹുവിന്റെ മശീഅത്തും അവന്റെ ഉദ്ദേശവുമായി ചേർന്ന് നിൽക്കുന്ന വിശേഷണങ്ങളാണ്. അവൻ എപ്പോഴാണ് ഉദ്ദേശിക്കുക അപ്പോൾ സംഭവിക്കും. അതാണ് സിഫാത്തുൻ ഫിഅലിയ. സിഫാത്തുൻ ഫിഅലിയ എന്നതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അള്ളാഹു യസ്തഹ്സിഉ ബിഹിം എന്ന് പോലുള്ളത് സിഫത്തുകൾ. ഈ സിഫത്തുകളെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിനാണ് സിഫാത്തുൽ ജസാഇ വൽ മുഖാബല എന്ന് പറയുക. ഒരു പ്രവർത്തിക്കുള്ള പ്രതിഫലമോ പ്രതിക്രിയയോ ആയി ചെയ്യുന്ന ഫിഅലുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹസിക്കുന്നവനാണ് എന്ന് പറയാൻ പറ്റുമോ? നഅൂദുബില്ലാഹ്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ പറയാം? മുഅ്മിനീങ്ങളെ പരിഹസിക്കുന്നവരെ അള്ളാഹു പരിഹസിക്കും. ഇത് മുഖാബലത്താണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, അതിനുള്ള മറുപടിയാണ് അള്ളാഹു ഇസ്തഹ്സിഉ. ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നിരുപാധികം പറയാൻ പാടില്ല. അള്ളാഹു പരിഹസിക്കുന്നവനാണ് എന്ന് പറയാൻ പാടില്ല, നഅൂദുബില്ലാഹ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരാണ് മുസ്തഹ്സി, പരിഹസിക്കുന്നവൻ എന്ന് പറയാൻ പാടില്ല, നഅൂദുബില്ലാഹ് മിൻ ദാലിക്. ഇത് അതിക്രമത്തിനുള്ള പ്രതിഫലമായി മാത്രം ഉണ്ടാകുന്നതാണ്. ഇതിൽപ്പെട്ടതാണ് മക്കർ, തന്ത്രമെനയാന്നുള്ളത്. വമക്കറു വമക്കറ അല്ലാഹ്, തന്ത്രം കാണിച്ചു, അപ്പോൾ അള്ളാഹു തന്ത്രം. യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും, അവർ അള്ളാഹുവിനെ വഞ്ചിക്കുന്നു, അള്ളാഹുവാണ് അവരെ വഞ്ചിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒറ്റക്ക് പറയില്ല. ചെയ്തതിന് പ്രതിക്രിയയായിട്ട് മാത്രമേ ഇത്തരം സിഫത്തുകൾ പറയാൻ പാടുള്ളൂ, ഒറ്റക്ക് പറയാൻ പാടില്ല. ഇത്തരം സിഫത്തുകൾ ഉപാധികളോടെയാണ് ഖുർആൻ വന്നിട്ടുള്ളത്, അത് ആ ഉപാധിയോട് കൂടി മാത്രമേ പറയാൻ പാടുള്ളൂ, നിരുപാധികം പറയാൻ പാടില്ല.